മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ മലയാളികളുടെ സ്വന്തം എന്ന് മലയാളികൾ വിശേഷിപ്പിക്കുന്ന ഒരു ഗായിക തന്നെയാണ് KS ചിത്ര. അതിൽ ഒരു മാറ്റവുമില്ല. എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. മലയാളികൾക്ക് എപ്പോഴും KS ചിത്രയോട് ഒരു സ്നേഹമൊക്കെയുണ്ട്. അതിപ്പോഴും അവർ പുറത്ത് കാണിക്കാറുമുണ്ട്. ഇപ്പോഴിതാ തൻ്റെ മകളുടെ മരണത്തിന് ശേഷം പാടാൻ പോലും താൻ പോകുന്നത് വളരെ കുറച്ചായിരുന്നുവെന്ന് അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് KS ചിത്ര. KS ചിത്രയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത്. പാടാൻ പോലും വിസമ്മതിച്ചിരുന്ന ചിത്രയുടെ ജീവിതത്തിൽ വളരെയധികം ഒരുപാട് പേർ കാരണങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കുഞ്ഞിൻ്റെ മരണശേഷം ഗുരുവായൂർ പോലും പോകാതെയായിരുന്നു KS ചിത്ര. ദൈവം എന്നോടെന്തിനാണ് ഇത്രമാത്രം ക്രൂരത കാണിച്ചത് എന്നതായിരുന്നു എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. എല്ലാവരോടും ചിത്ര അതേ കാര്യം മാത്രമായിരുന്നു ചോദിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വളരെ വൈകി ഓരോരുത്തരുടെ കോൺസേർട്ടുകൾക്കായി പോകാൻ തുടങ്ങി ചിത്ര. ആദ്യമായി പോയത് ഇളയരാജയുടെ കോൺസേർട്ടിനായിരുന്നു. അതിനു മുൻപ് ഒരു അഭിമുഖത്തിന് വിളിച്ചപ്പോൾ പോലും ചിത്ര പോകുന്നില്ലായിരുന്നു. ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമായിരുന്നു. എനിക്കൊന്നും സംസാരിക്കാനുമില്ല എന്നായിരുന്നു ചിത്രയുടെ നിലപാട്. ആരോട് ഞാൻ എന്ത് പറയാനാണ്? എൻ്റെ മോളെപ്പറ്റി ചോദിക്കാനായിരിക്കും എല്ലാവരും വിളിക്കുക എന്നെനിക്കറിയാം. എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു വിഷയമായി അത് മാറി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമാണ്. എന്തൊക്കെ ചെയ്താലും അതൊരിക്കലും മാറില്ല, മറക്കില്ല. അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓരോ പ്രേക്ഷകരും ചിത്രയോട് നന്ദി പറയുന്നു. ചിത്ര തിരികെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്. ഏഷ്യാനെറ്റിൽ നിന്ന് രഞ്ജിനി എല്ലാ മാസവും വരുമായിരുന്നു. എന്നെ കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാനായിരുന്നു രഞ്ജിനി ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എനിക്ക് പറ്റുമായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഹൈദരാബാദിൽ അവാർഡ് വിളിച്ചത്. ഞാൻ തന്നെ വന്ന് വാങ്ങണമെന്നവർ പറഞ്ഞിരുന്നു. ഞാൻ വാങ്ങി, സ്റ്റേജിൽ കയറി, നന്ദി പറഞ്ഞു, തിരികെ എത്തി. പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാടിയില്ല. അതിനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. അതൊരു വൃത്തികെട്ട മാനസികാവസ്ഥയായിരുന്നു. പ്രാർത്ഥിച്ചും വളരെയധികം നേർച്ച നേർന്നും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയതാണ്. അവളെ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾക്കൊന്ന് കയ്യിൽ കിട്ടിയാൽ മതി എന്നായി പിന്നെ അവസാനം. അങ്ങനെ കയ്യിൽ കിട്ടി ഞങ്ങൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ മറ്റൊരു വിധി. ഇങ്ങനെ വിധിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നായിരുന്നു ആ സമയത്ത് തോന്നിയത്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി നിന്നത് എത്ര പേരാണ് എന്ന് തോന്നി. അങ്ങനെ ഒരുപാട് ചിന്തകളിൽ നിന്നാണ് ഞാൻ പുറത്തു വന്നത്. ആദ്യമൊക്കെ എനിക്ക് പുറത്തു വരാൻ നല്ല പ്രയാസമായിരുന്നു. നമുക്കൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരുന്നത് വളരെയധികം പ്രയാസപ്പെട്ടാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അതിനൊക്കെ മറുപടിയായി കുറിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ പല പ്രേക്ഷകരും അതിനുള്ള മറുപടിയും നൽകുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്തയായി മാറുകയും ചെയ്യുന്നു എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.